ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എച്ച് ഗെയിമർ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സോളോ റാങ്ക്ഡ് മാച്ച് കാണിക്കാനായിട്ടാണ്. അപ്പോൾ എനിക്ക് ഇത്തിരി സ്റ്റെക്ക് വന്നു. ലോബിയുടെ സമയത്ത് ഞാനൊന്ന് സ്ക്രീൻ ബാക്ക് ചെയ്തിരുന്നു. അതാണ് എൻ്റെ കുറേ കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ നേരെ കോട്ടട്ടുവയിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ കോട്ടട്ടുവിൽ ആ രണ്ട് വീടുകളിൽ അവിടെയുള്ള ആ രണ്ട് വീടുകളിൽ നമ്മൾ ലൂട്ടടിക്കാമെന്ന് വിചാരിച്ചു. കോട്ടട്ടുവിലല്ല, അവിടെ എന്നാലും അതിന് തൊട്ട് മുകളിലുള്ള വീട്ടിലാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റാണ് നമുക്കൊരു ഇൻഹെയിലറാണ് കിട്ടിയിരിക്കുന്നത്. ഇൻഹെയിലറും മസിൽ ലെവൽ 3 കിട്ടിയിട്ടുണ്ട്. പിന്നെ അപ്പോൾ അടുത്ത വീട്ടിലേക്ക് നമ്മൾ പോയിട്ട് ലൂട്ടടിക്കാൻ നോക്കുകയാണ്. അപ്പോൾ നമുക്ക് M500 കിട്ടിയായിരുന്നു, പിന്നെ ഹെൽമെറ്റ് ലെവൽ 2 കിട്ടിയായിരുന്നു. അപ്പോൾ അടുത്ത വീട്ടിൽ നമ്മൾ നോക്കി. അപ്പോൾ ഒരു മെഡിക്കൽ കിറ്റ് അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ ഗൈസ്, ബാഗ് ലെവൽ 1 ഒരു മെഡിക്കൽ കിറ്റും പിന്നെ ഒരു ബാറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരെ കോട്ടട്ടിലേക്ക് പോയി. അപ്പോൾ ഞാനൊന്ന് ഇൻഹെയിൽ ചെയ്തു, കാരണം ഞാൻ ചാടിയപ്പോൾ എൻ്റെ ജീവൻ ഇത്തിരി കുറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ഒന്ന് ഇൻഹെയിൽ ചെയ്തു. അപ്പോൾ ഇവിടുന്നൊക്കെ ചാടുമ്പോൾ കണ്ടോ, ഇവിടുന്നൊക്കെ ചാടുമ്പോൾ ജീവൻ പോവും. ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ കുറച്ച് ലൂട്ട് കിട്ടി. അപ്പോൾ VSS എനിക്ക് കിട്ടിയിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ കിട്ടിയത് VSS ആണ്. അപ്പം അടുത്തായിട്ട് ഞാൻ ആ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഈ വീട്ടിൽ എനിക്ക് സ്പാസാണ് കിട്ടിയത്. അപ്പോൾ സ്പാസും VSSും കൊണ്ട് ഞാൻ നേരെ പോയി ബാറ്റും എടുത്തുകൊണ്ട്, പിന്നെ എനിക്ക് ഗ്ലൂ വാൾ കിട്ടിയും HG ആമോയും കിട്ടി, പിന്നെ SD ആമോയും കിട്ടി. അപ്പോൾ പിന്നെ ഇവിടുന്ന് 994 കിട്ടിയപ്പോൾ ഞാൻ സ്പാസ് മാറ്റിയിട്ട് 994 എടുത്തു. എന്നിട്ട് ഞാൻ നേരെ ആ ഡ്രമ്മിൻ്റെ മുകളിലേക്ക് കയറാൻ ശ്രമിച്ചു. അപ്പോൾ എനിക്ക് ആദ്യത്തെ ട്രയൽ പറ്റിയില്ല. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ട്രയൽ നേരെ കയറി. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു വെസ്റ്റ് എടുക്കണുണ്ട്, അത് ഞാൻ എടുത്തു. പിന്നെ എനിക്ക് ഇതിൽ വെടി കൊള്ളില്ലായിരുന്നു. അപ്പം ഞാൻ നേരെ ഒരു അപകടം ഉണ്ടാക്കി വെക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ സിപ്ലൈൻ എടുത്ത് പോയി. അപ്പോൾ എനിക്ക് തോന്നി അവൻ വലിയ കളിക്കാരി ആളാന്ന് തോന്നുന്നില്ല. അപ്പം ഞാനൊന്ന് അവൻ പിന്നെ വെടി വെച്ചൊന്നുമില്ല. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഒന്ന് മെഡിയൊക്കെ ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു, കാരണം അവനിങ്ങനെ കയറി ഒന്ന് അടിക്കുകയാണെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ നേരെ അങ്ങോട്ട് പോയി. ആ ടവറിൽ ആ ഒരു കമ്പി ഉള്ള ആ സ്ഥലത്ത് ഞാൻ നേരെ പോയി. അപ്പോൾ ഞാൻ ഇവിടുന്ന് എൻ്റെ കയ്യിൽ ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് അവിടെ ഒന്നും കാണാൻ പറ്റിയില്ല അവനെ. അപ്പോൾ ഞാൻ ഇവിടുന്ന് തന്നെ ഒന്ന് നോക്കിക്കൊണ്ടിരുന്നു. എന്നിട്ട് ഞാനൊന്ന് അപ്പുറത്തേക്ക് പോകാൻ ശ്രമിച്ചു. VSS എടുത്ത് ഞാൻ ഒന്ന് സ്കോപ്പ് ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കിയിട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നേരെ തന്നെ ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു. എന്നിട്ട് ഒന്ന് ഞാൻ സ്നൈപ്പ് ചെയ്യാൻ നോക്കുകയാണ്. ഇവിടുന്ന് ഇപ്പുറത്തേക്ക് വന്ന് ഞാൻ സ്നൈപ്പ് ചെയ്യാണ്. പക്ഷേ ഇവിടെ എനിക്ക് അയാളെ കണ്ട പോലെ തോന്നി, പക്ഷെ അത് അയാളല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സൈഡിൽ കൂടെ ആ എനിമി ഓടണ ഞാൻ കണ്ടു. അപ്പോൾ അവൻ അവിടെ വെറുതെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അവന് 15, 18, 7, 8 അങ്ങനെയൊക്കെ ഡാമേജ് കൊടുത്തുകൊണ്ടിരുന്നു. പിന്നെ അവനെ ഹെഡ്ഷോട്ടല്ല അവനെ കില്ല് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു കില്ലായിട്ടുണ്ട് നമുക്ക്. അങ്ങനെ ഞാനിവിടെ ബാഗ് പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അങ്ങോട്ട് ഒന്ന് പോയി. അപ്പോൾ ഒരു എനിമി ഇവിടേക്ക് ഞാൻ എമോട്ടൊക്കെ കാണിക്കാൻ നോക്കി, പക്ഷേ മറ്റേ സ്പെക്ടേറ്റിംഗ് ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വെറുതെ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ വെറുതെ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു എനിമി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ എനിമിയെ ഇങ്ങനെ കുറേ കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവൻ പിന്നെ തീർന്നിട്ടുണ്ട്. അപ്പോൾ അവൻ ഗ്ലൂ വാൾ കിട്ടും. അവൻ എവിടുന്ന് അടി വന്നതെന്ന് അറിയില്ല. അപ്പോൾ അവൻ ഗ്ലൂ വാൾ ഇട്ടു, പക്ഷെ അത് ശരിയായില്ല. അപ്പോൾ അവനെ ഞാൻ തീർത്തിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ലൂട്ട് അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് പോയി. അപ്പോൾ അവൻ ഗ്ലൂ വാൾ ഇടാൻ ശ്രമിച്ചു, പക്ഷേ അവന്
അത് കുറേ ഡാമേജ് പോയതുകൊണ്ട് അവൻ അപ്പോൾ തന്നെ കില്ലായത്. അപ്പോൾ നമുക്ക് 2 കില്ല് കിട്ടിയിട്ടുണ്ട്. അപ്പം റാങ്ക്ഡ് മാച്ചാണ് ഇത്. ഞാൻ ഡയമണ്ട് 1 ആയിരുന്നപ്പോൾ കളിച്ചതാണ്. അപ്പോൾ ബാഗ് ലെവൽ 2 കിട്ടി, കുറേ ആമുകളൊക്കെ കിട്ടിയായിരുന്നു, പിന്നെ കുറേ ഗ്ലൂ വാൾ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് എൻ്റെ ബാഗിൻ്റെ സ്ഥലം കാലിയായി. അപ്പോൾ ഞാനൊന്ന് എന്തെങ്കിലും സാധനങ്ങളൊന്ന് ഡ്രോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാനൊന്ന് ഒരു SMG ആമോ ഒന്ന് ഡ്രോപ്പ് ചെയ്തു. എന്നിട്ട് ഞാൻ ഈ ഗ്ലൂ വാളൊക്കെ എടുത്തു. അപ്പോൾ എനിക്കിപ്പോൾ 7 ഗ്ലൂ വാളാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ 7 ഗ്ലൂ വാളാണ് നമുക്കുള്ളത്. അപ്പോൾ ഞാൻ നേരെ ഈ റോട്ടിൽ കൂടെ നമുക്ക് ഇവിടെയൊക്കെ ലൂട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ലൂട്ട് അടിച്ചിട്ട് പിന്നെ എനിമീസ് ഉണ്ടെങ്കിൽ അടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് ഞാനൊന്ന് പോയി. അപ്പോൾ ഒരു MP5 ഉണ്ട്, പക്ഷേ എനിക്കത് വേണ്ട. ഇപ്പോൾ ഇത്രയും നല്ല തോക്കുകളുണ്ട്. അപ്പോൾ ഞാൻ നേരെ കോട്ട 2 അവിടെ നിന്ന് ഞാൻ നേരെ മുകളിലേക്ക് പോവാണ്. ഞാൻ നേരെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് തന്നെ ബാറ്റ് എടുത്തുകൊണ്ടാണ് ഓടുന്നത്. കാരണം സിമ്പിളായിട്ട് ഓടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബാറ്റ് എടുത്തുകൊണ്ടാണ് ഓടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഈ വീഡിയോ ഇത്തിരി ലെങ്തി ആയിരിക്കും, 11 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ എനിമി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒന്ന് സ്നൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്നൈപ്പല്ല, സ്കോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് നോക്കി. പക്ഷേ ഇവിടെ ഒന്നും എനിമീസിനൊന്നും കണ്ടില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് ലൂട്ടടിക്കാൻ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് ഇവിടുന്ന് ഒരു ലെവൽ 3 ഹെൽമെറ്റ് കിട്ടി. എന്നിട്ട് ഒരു ഗ്ലൂ വാളും കിട്ടി. ഇപ്പോൾ 8 ഗ്ലൂ വാളായിട്ടുണ്ട് എനിക്ക്. പിന്നെ എനിക്ക് വീണ്ടും ഒരു ഗ്ലൂ വാൾ കിട്ടി. ഇപ്പോഴാണ് 8 ആയെന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ഞാൻ നേരെ ഈ സിപ്പ് ലൈൻ കയറി ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. കാരണം ആ വട്ടത്തിൻ്റെ അവിടെ തന്നെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടുന്ന് VSS കൊണ്ടൊന്ന് സ്കോപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ഓടി വരണമെങ്കിൽ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് നോക്കി. അപ്പോൾ ഞാൻ ഈ സിപ്പ് ലൈൻ കയറി വന്നിട്ട് ആ മില്ലിൻ്റെ അവിടെയുള്ള ആ വഴി കൂടെ ഞാൻ വന്നു. അപ്പോൾ ഇവിടുന്ന് ഞാൻ കുറേ സ്നൈപ്പൊക്കെ ചെയ്യാൻ നോക്കി, സ്കോപ്പ് ഇട്ടു. എന്നിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറേ ഞാൻ നോക്കി, പക്ഷേ ആൾക്കാരൊന്നും കണ്ടില്ല. അപ്പോൾ കുറേ തപ്പി, പക്ഷേ ആൾക്കാരൊന്നും കണ്ടില്ല. അപ്പോൾ ഞാൻ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. കാരണം ആരെയും കണ്ടില്ല. അപ്പോൾ ഈ സൈഡിൽ ആരും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ഞാൻ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഈ സിപ്പ് ലൈൻ കയറി ഞാൻ വീണ്ടും തിരിച്ചു പോയി. ഓക്കെ, ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടുന്ന് ഇവിടെ M1873 ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് കാരണം M1873 എൻ്റെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ എനിക്ക് ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് M1887 ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ നേരെ പീക്കിലേക്ക് വരാൻ നോക്കി. കാരണം കുറേ കഴിഞ്ഞാൽ പീക്കിൽ ആൾക്കാരൊക്കെ കുറഞ്ഞ് വരും. അപ്പം ഞാൻ നേരെ പീക്കിലേക്കൊന്ന് വരാൻ നോക്കി. അപ്പം അങ്ങനെ ഈ മതിലിൻ്റെ അവിടെ നിന്നിട്ട് പീക്കിലേക്ക് ഒന്ന് സ്കോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ നിന്ന് ക്രൗച്ച് ചെയ്ത് ഇരുന്നു. എന്നിട്ട് ഞാൻ നേരെ VSS എടുത്തിട്ട് ഒന്ന് സ്കോപ്പ് ചെയ്തു. അപ്പോൾ ഇവിടെ ആരും കണ്ടില്ല. അപ്പോൾ പീക്കിൻ്റെ അവിടെ ഒന്നും ആരും അങ്ങനെ കണ്ടില്ല. ഇനിയിപ്പോൾ ഉള്ളിലുണ്ടോയെന്ന് അറിയില്ല. ഇത് എന്നിട്ട് ഞാനൊരു ഗ്ലൂ വാൾ അവിടെ കണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട്. പിന്നെ ഞാനത് നോക്കിയില്ല. പിന്നെ ഞാൻ വെറുതെ ഒരു ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു ബാസ്ക്കറ്റിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ നോക്കാൻ കഴിയും, അതൊക്കെ വെറുതെ ഞാൻ നോക്കിയതാണ്. അപ്പം എനിക്കിത് ഞാൻ കുറേ ചാടിയിട്ട് എനിക്ക് നടന്നില്ല. അപ്പോൾ ഞാൻ നേരെ ഇവിടെയുള്ള ആ ഷെഡിലേക്ക് പോയി. അപ്പോൾ നേരെ ഈ ഷെഡിലേക്ക് കയറിയിട്ട് ഞാൻ ഇവിടെ ലൂട്ട് കണ്ടൊന്ന് നോക്കി. അപ്പോൾ എനിക്ക് M1887 കിട്ടി. അപ്പോൾ ഞാൻ അത് 8 മാറ്റി M1887 എടുത്തു. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഷോർട്ട് റേഞ്ച് ഗണ്ണിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് M1887 ആണ്. പിന്നെ ഇവിടെ ഒരു മെഡിക്കൽ കിറ്റും പിന്നെ ഒരു ഹെൽമെറ്റ് ലെവൽ 2 ഞാൻ കണ്ടു. പക്ഷേ എനിക്ക് ഹെൽമെറ്റ് ലെവൽ 2 വേണ്ട, 3 ഓൾറെഡി ഉണ്ട്. പിന്നെ 3 ഒന്നും വച്ചിട്ടില്ല. കാരണം ഇവരുടെയൊക്കെ എന്താ വയ്ക്കാത്തതെന്ന് അറിയില്ല. ചില ക്യാരക്ടേഴ്സിൻ്റെ ഒന്നും അങ്ങനെ വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നേരെ ഈ വഴി കൂടെ വന്നിട്ട് ഒന്ന് ചാടി ഞാൻ വെറുതെ ഒന്ന് അറിയാണ്ട് എൻ്റെ അത് പ്രോണിൻ്റെ ഇതായിപ്പോയി, ഞെങ്ങിപ്പോയെന്നാണ്. അപ്പോൾ ഞാൻ നേരെ അങ്ങോട്ടൊന്ന് ഒന്ന് പോയി നോക്കി. ഇവിടെയൊക്കെ എനിമി ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ അവിടേക്കൊന്നും പോകാണ്ടിരുന്ന് ഞാൻ
അപ്പോൾ ആ വട്ടത്തിലേക്ക് തന്നെ കയറാൻ ശ്രമിച്ചു. അപ്പോൾ അവിടെ ആ വീട് കണ്ടു. അപ്പോൾ അങ്ങോട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു. ഫ്രണ്ട്സിനപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ ഇനിയിപ്പോൾ ലൂട്ടൊക്കെ ഉണ്ടോയെന്നൊന്ന് അറിയണം. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അറിയാണ്ട് ബാക്ക് അടിച്ചിരുന്നു. അതാണ് ബാക്കല്ല എന്ന് പറഞ്ഞാൽ റീസെൻറ്റ് ടാസ്ക് എടുത്തായിരുന്നു. അപ്പോൾ അറിയാണ്ട് ഞാൻ പ്രസ്സായി പോയതാണ്. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ ഞാൻ നേരെ ഇവിടുന്ന് വട്ടത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. ആ ഡാമൊക്കെ ഉള്ള സ്ഥലത്ത് ഞാൻ വന്നു. അപ്പം ഞാൻ ഇവിടുന്ന് നേരെ ലൂട്ടൊക്കെ ഉണ്ടോയെന്ന് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ വീട്ടിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. അപ്പം അവിടെ ഒരു ലൂട്ട് ബോക്സ് കിടക്കണുണ്ട്. അപ്പോൾ ഇവിടെ എനിമി ഉണ്ടെന്ന് എനിക്ക് ഒരു ഡൗട്ട് തോന്നി. അതോ അവരിങ്ങനെ പോയിട്ടുണ്ടാവുന്നു. പിന്നെ എനിക്ക് കുറേ ലൂട്ടായി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കതൊന്നും ആവശ്യമില്ല. MP40 ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് MP40 ഏറ്റവും ഇഷ്ടമുള്ളതാണ്. പിന്നെ തീരാറായല്ലോ, പിന്നെ ആവശ്യമില്ല എന്ന് വിചാരിച്ചു. പിന്നെ 2 നല്ല തോക്കുകളുള്ളതുകൊണ്ട് ഞാൻ നോക്കിയില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഫോണിൽ ഞാൻ ശ്രദ്ധിച്ചില്ല റെക്കോർഡ് ചെയ്തപ്പോൾ. അപ്പോൾ അറിയാണ്ട് ഇങ്ങോട്ടൊന്ന് ആയിപ്പോയി. പിന്നെ ഞാൻ മനസ്സിലാക്കി. പിന്നെ ഞാൻ ഇവിടെ ഒരു എയർ ഡ്രോപ്പ് കണ്ടു. എയർ ഡ്രോപ്പിൻ്റെ അവിടെ നിന്ന് പിന്നെ ഞാൻ സൈഡിൽ കൂടെ ഒരു എനിമി ഓടി വരാൻ ഞാൻ കണ്ടു. അപ്പം അവൻ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ എന്ന് അറിയാമെന്ന് വിളിച്ചു. പക്ഷെ അവൻ സൈഡിൽ നിന്ന് വന്ന് എന്നെ ഇത് ചെയ്തു. പക്ഷെ എനിക്ക് ഒരു കൺട്രോളും കിട്ടിയില്ല. അപ്പോൾ അവൻ ഇങ്ങനെ ഒരു കുഴി പോലത്തെ ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. അവിടുന്ന് ആ കുഴീൻ്റെ അവിടെ നിന്ന് അവൻ കയറി വന്നു. എനിക്ക് കിട്ടിയില്ല കണ്ടോ. അത് കഴിഞ്ഞാൽ അവൻ്റെ എമൗണ്ട് അടിക്കൽ അത് തുടങ്ങിയാണ്. 3 പേര് സ്പെക്ടേറ്റിംഗ് ആയപ്പോൾ. അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കൺ ടക്ക് എന്ന് അടിച്ചു പിടിച്ചുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം.